അപ്പോൾ ഇന്ന് ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിപ്പാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലിയോന് ചെറിയൊരു തടവി കൊടുക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പോൾ ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം ആക്കണമല്ലോ. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നൊരു തട്ടിക്കൂട്ടൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് മനസ്സിൽ തോന്നിയത്. അപ്പം എത്രയും പെട്ടെന്ന് തട്ടിക്കൂട്ടൻ സാമ്പാറിലേക്ക് പോവാണ്. ഇപ്പോൾ നിയമൻ്റെ കുറച്ച് തടവി കൊടുക്കലെല്ലാം കഴിഞ്ഞ് എന്തോ കക്ഷിക്ക് എന്തോ തുമ്മലോ എന്തൊക്കെയോ ഉണ്ട്. 2 പ്രാവശ്യം തുമ്മലും എല്ലാം കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് പണിയെടുക്കേണ്ട സമയമായി. അപ്പം ചോറ് ഇന്നൊരു തട്ടിക്കൂട്ടൻ സാമ്പാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട്. ഇന്ന് പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാനിന്ന് വിറകടുപ്പിൽ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇന്നാണ് വിറകടുപ്പിൽ ചോറുണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ പരിപാടി വേറെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഇന്ന് സമയമുണ്ട് ഒരുപാട്. പിന്നെ തട്ടിക്കൂട്ടൻ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിലാകെയുള്ള ഐറ്റംസ് ഇതേ ഉള്ളൂ: വെണ്ട, തക്കാളി, പരിപ്പ്, ക്യാരറ്റ്. അപ്പോൾ പരിപ്പ് ഫസ്റ്റ് വേവിക്കാൻ വെച്ച് ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കഷ്ണം മുറിച്ച്, അങ്ങനെ അറിയാലോ, അത് കുറച്ച് മുറിച്ചിട്ടും പിന്നെ ഒരിത്തിരി മഞ്ഞൾ പൊടി, ഒരിത്തിരി മുളക് പൊടി, പിന്നെ ഒരു കഷ്ണം പുളി സ്വതവേ പുളി പിഴിഞ്ഞിട്ടാണ് ഒഴിക്കാറുള്ളത്. ഇന്നെന്തോ വല്ലാത്ത മടി, ഞാനൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇടുകയാണ് ചെയ്തത്. പിന്നെ ഒരിത്തിരി വെള്ളം ഒഴിക്കുക, ഒരിത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുക, ഒന്ന് മിക്സാക്കുക, അടുപ്പിൽ വെക്കുക, വേവിക്കുക. തട്ടിക്കൂട്ടൻ സാമ്പാർ. അതിന് ശേഷം ഒരു ഇത്തിരി സാമ്പാർ പൊടി, മല്ലിപ്പൊടി എണ്ണയിൽ ചൂടാക്കുക, ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. സാമ്പാർ റെഡിയാണ്. അടിപൊളി സാമ്പാറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പിന്നെ സൈഡായിട്ട് ഡിഷ് അങ്ങനെ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാപ്സിക്കം അങ്ങനെ ആരെങ്കിലും വറവാക്കാറുണ്ടോ? എനിക്കറിയില്ല. ഒട്ടുമിക്ക ആൾക്കാരൊന്നും അങ്ങനെ വറവാക്കാറില്ലാന്ന് തോന്നുന്നു. ഞാൻ ക്യാപ്സിക്കം വറവുണ്ടാക്കാറുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പിന്നെ ഇപ്പോൾ കുക്കറിൽ പിന്നെ ലിയമോൻ്റെ ചിക്കൻ വേവിച്ച് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് 2-3 പീസ് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് സാമ്പാർ റെഡി, എല്ലാം റെഡി. ഇപ്പോൾ ചോറ് കഴിക്കാം. ചോറിലേക്ക് പോവാണ്. ഇപ്പോൾ ചോറ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു ഇന്ന്. തട്ടിക്കൂട്ടാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഇന്നലത്തെ കുറച്ച് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി അതും, വറവ്, സാമ്പാർ,